ഇപ്പോൾ ഒരു പെണ്ണ് ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവണം ആൻഡ് ഷീ ഈസ് ഡിക്ലെയറിങ് ദാറ്റ് ഐ എം എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നമ്മൾ പല വെബ്സൈറ്റുകളും നോക്കി കഴിഞ്ഞാൽ മോഡൽസ് ആർ ഡിക്ലെയറിങ് ദംസെൽഫ് ആസ് എസ്കോട്ട്സ്. ദാറ്റ് ഗട്ട്സ് ഈസ് ദെയർ. അതിപ്പോൾ ഇല്ലീഗൽ അല്ല ഭാരതത്തിൽ, അല്ലേ? അപ്പോൾ അവർ അത് ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ ഒരു പെണ്ണിനെ വശംവദയാക്കി ബ്രെയിൻ വാഷ് ചെയ്ത് അവളുടെ ശരീരം വിറ്റ് കാശുണ്ടാക്കുന്ന ഏർപ്പാട് തെറ്റാണ്. പെൺവാണിഭമാണ് തെറ്റ്. ഒരു പെണ്ണിന് അവൾക്ക് ഇതൊരു ഉപജീവനമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. കാരണം അവൾ വിൽഫുള്ളിയാണ് അത് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള ഗട്ട്സ് ഉള്ളവർ ചെയ്താൽ മതി. എന്തിനാണ് ഈ പാത്തും പതുങ്ങിയൊക്കെ? ഇപ്പോൾ തൊഴിലുറപ്പിൽ പോകുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട്, അവർക്ക് ഇതുപോലെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആവണം എന്ന് അതിനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവരത് ചെയ്തോട്ടെ. പക്ഷേ ഇവർ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരു പെൺവാണിഭ സംഘമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അതിൻ്റെ പാർട്ടാവണു. മൂന്നാമത് വരുന്നവർ ഒന്നും അറിയാത്തൊരു കുട്ടിയായിരിക്കും. അങ്ങനെ ഈ സിസ്റ്റം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ വലിയൊരു എബറേഷൻ സംഭവിക്കും. അപ്പം അതുകൊണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ ഗട്ട്സുള്ള എല്ലാ പെൺകുട്ടികളും മുന്നോട്ട് വരിക. അപ്പോൾ ലൈംഗിക ദാരിദ്ര്യമൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതിനെതിരല്ല. പക്ഷേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ മുതലെടുത്ത് അവരെ വിൽക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും.